ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് ഓർഗാനിക് കെമിസ്ട്രിയിൽ വരുന്ന മെയിൻ ടോപ്പിക്കുകളാണ്. എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള മെയിൻ ടോപ്പിക്ക് അതിൻ്റെ ബേസിക് മുതലാണ് എന്ത് ചെയ്യുന്നത് ഈ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്. ഇതിലാദ്യം നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുന്നത് നമ്മൾ കാർബണിൻ്റെ നമ്പറിങ്ങിന് എന്താണ് പേര് കൊടുക്കുക എന്നാണ്. കാർബൺ നമ്മൾ പൊതുവേ 10 വരെയുള്ള നമ്പേഴ്സാണ് നമ്മളിതിൽ പഠിക്കുന്നത്. അപ്പോൾ ഓരോ നമ്പറിനും നമ്മൾ ഏത് പേരാണ് കൊടുക്കേണ്ടതെന്നുള്ള എന്ത് ചെയ്യണം, ഈ ചാപ്റ്ററിൽ ബേസിക്കായിട്ട് നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം. അതിൽ കാർബൺ 1 വരുന്നത് വെച്ചെങ്കിൽ നമ്മൾ അതിന് പറയുക മീത് എന്നാണ്. 2 ഈത്, 3 പ്രൊപ്പ്, 4 ബ്യൂട്ട്, 5 പെൻറ്റ്, 6 ഹെക്സ്, ഹെപ്റ്റ്, ഒക്റ്റ്, നൊണ്ണ്, ഡെക്ക്, ഇങ്ങനെയാണ് 10 നമ്പേഴ്സ് വരുന്നത്. പിന്നെ നമ്മൾ അറിയേണ്ടത് അതിൽ കാർബൺ തമ്മിൽ സിംഗിൾ ബോണ്ട് വരുമ്പോൾ നമ്മൾ അതിന് എന്താണ് പറയേണ്ടതെന്ന് അറിയണം. സിംഗിൾ ബോണ്ടാണെങ്കിൽ അങ്ങനത്തെ ആൾക്കാർ നമ്മൾ പറയുന്ന പേരാണ് ആൽക്കെയിൻ. ആൽക്കെയിൻ്റെ പൊതുവാക്യം നമുക്കറിയണം. CN ആണെങ്കിൽ H എന്താണ് 2n+2 ആണ് വരിക. അതായത് ഇവിടെ നമ്മൾ പൊതുവെ പഠിക്കുന്നത് ഹൈഡ്രോ കാർബണുകളെ പറ്റിയിട്ടാണ്. കാർബണും ഹൈഡ്രജനും വരുന്ന സംയുക്തങ്ങളും. അപ്പോൾ അതിൽ തന്നെ കാർബണിൻ്റെ എണ്ണം n ആണെങ്കിൽ അതിൽ ഹൈഡ്രജൻ്റെ എണ്ണം എന്തായിരിക്കും? കാർബണിൻ്റെ എണ്ണത്തിൻ്റെ ഇരട്ടി 2n പ്ലസ് എന്ത് ചെയ്യണം, അത് കൂടെ 2 കൂടിയും കൂട്ടണം. അപ്പോൾ പിന്നെ അവിടെ നമ്മൾ പേര് എഴുതുന്ന സമയത്ത് കാർബൺ തമ്മിൽ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ നമ്മൾ ചേർക്കേണ്ട വാക്ക് എന്താണ്? എയിൻ എന്നുള്ള വാക്കാണ്. ഈ ആൽക്കെയിനത്തെ അവസാനത്തെ ഈ 3 വാക്ക് എയിൻ, ആൽക്കെയിനിലെ എയിൻ എന്നുള്ള സൗണ്ടാണ്, അല്ലെങ്കിൽ എയിൻ എന്നുള്ള വാക്കാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് അവിടെ ചേർക്കേണ്ടത്. ഇനി അതേപോലെ കാർബണും തമ്മിൽ ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിൽ നമ്മൾ അവിടെ ചേർക്കേണ്ട വാക്ക് എന്താണ്? ഈനാണ്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ ആൾക്കാരെ പറയുന്ന പേര് ആൽക്കീൻ. അവിടുത്തെ കാർബണിൻ്റെ ഹൈഡ്രജൻ്റെ എണ്ണം എങ്ങനെ വരിക എന്ന് വെച്ചാൽ കാർബണിൻ്റെ എണ്ണം n ആണെങ്കിൽ ഹൈഡ്രജൻ്റെ എണ്ണം 2n ആണ്. അതായത് കാർബൺ എത്ര വെച്ചാൽ അതിൻ്റെ ഇരട്ടിയാണ് ആര് വരിക? ഹൈഡ്രജൻ വരിക. അവിടെ നമ്മൾ ചേർക്കേണ്ടത് ENE അഥവാ ഈൻ എന്നുള്ള വാക്കാണ്. ഇനി കാർബണും തമ്മിൽ ട്രിപ്പിൾ ബോണ്ട് വരുമ്പോൾ നമ്മൾ അവരെ പറയുന്ന പേര് ആൽക്കൈൻ എന്നാണ്. ഇനി അവിടുത്തെ കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും റേഷ്യോ വരുന്നത് കാർബൺ n ആണെങ്കിൽ ഹൈഡ്രജൻ എന്താ വരിക? കാർബണിൻ്റെ എണ്ണത്തിൻ്റെ ഇരട്ടി, അതായത് 2n. അതിൽ നിന്ന് 2 കുറച്ചത് 2n-2. അവിടെ നമ്മൾ പേര് എഴുതുമ്പോൾ ചേർക്കേണ്ട വാക്ക് ഐൻ എന്നുള്ള വാക്കാണ്. ഇനി ശാഖയുടെ പേരും നമുക്കതിൽ അറിയണം. അതിൽ തന്നെ ഈ ഫസ്റ്റത്തെ 2 ശാഖയുടെ പേരാണ് നമുക്ക് പ്രധാനമായിട്ട് അറിയേണ്ടത്. നമ്മൾ കാർബൺ ചെയിൻ എഴുതുമ്പോൾ അതിൽ CH3 എന്ന് പറയുന്ന ഗ്രൂപ്പ് ശാഖയായിട്ട് വരികയാണെങ്കിൽ നമ്മളവിടെ ചേർക്കേണ്ട പേര് മീഥൈൽ എന്നുള്ള പേരാണ് അവിടെ ചേർക്കേണ്ടത്. ഇനി CH3 CH2 എന്ന് പറയുന്ന ആളാണ് ശാഖയെങ്കിൽ നമ്മളവിടെ ചേർക്കേണ്ട പേര് ഈഥൈൽ എന്നാണ്. ക്ലോറിൻ വന്നാൽ നമ്മൾ ക്ലോറോ എന്നാണ് ചേർക്കുക. ബ്രോമിനും ഫ്ലൂറിനൊക്കെ വന്നു കഴിഞ്ഞാൽ ഫ്ലൂറിനാണ് വരുന്നതെങ്കിൽ ഫ്ലൂറോനും, ബ്രോമിനാണെങ്കിൽ ബ്രോമോനും, ഐ ആണ് വരുന്നത് അഥവാ അയോഡിനാണ് വരുന്നത് വെച്ചെങ്കിൽ നമ്മൾ അയഡോ എന്നാണ് ചേർക്കുക. പിന്നെ ശാഖകളുടെ എണ്ണം 2 ശാഖ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ഡൈ എന്നുള്ള വാക്ക് ചേർക്കും. 3 ശാഖ വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ട്രൈ എന്നുള്ള വാക്കാണ് ചേർക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ഓർഗാനിക് ആ ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം സെറ്റ് ചെയ്ത് വെക്കുക. മനസ്സിൽ കാണാപ്പാടം പഠിച്ച രീതിയിൽ എന്ത് ചെയ്യുക, ഇതിനെ ആദ്യം ഉറപ്പിച്ചതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, പേരിടാനായിട്ട് കിടക്കുക. അപ്പോൾ ഒരു കാർബൺ ആറ്റത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ സംയോജകത അഥവാ വാലൻസി എന്ന് പറയുന്നത് എന്താണ്? 4ആണ്. ഈ വാലൻസി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ? നമ്മൾ ഒരു കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കുമ്പോൾ ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കാനോ വാങ്ങാനോ ഉള്ള ടെൻഡൻസിനെയാണ് നമ്മൾ വാലൻസി എന്ന് പറയുക. അപ്പോൾ കാർബണിൻ്റെ വാലൻസി എന്താണ്? 4ആണ്. അതുകൊണ്ട് തന്നെ ഒരു കാർബൺ ആറ്റത്തിന് മുകളിൽ എപ്പോഴും എത്ര ബോണ്ട് ഉണ്ടായിരിക്കും? 4 ബോണ്ടുകളാണ് ഉണ്ടാവുക. പരമാവധി 4 ബോണ്ട് വരെയാണ് ആർക്ക് ഉണ്ടാക്കാൻ പറ്റുക? ഒരു കാർബൺ ആറ്റത്തിന് പറ്റുക. ഇനി കാർബൺ ആറ്റങ്ങളുടെ വേറൊരു പ്രത്യേകത ഉണ്ട്. കാർബൺ ആറ്റങ്ങൾക്ക് പരസ്പരം കൂടിച്ചേർന്ന് അഥവാ സംയോജിച്ച് എന്ത് ചെയ്യാം, നീണ്ട ചെയിനുകൾ നിർമ്മിക്കാനായിട്ട് സാധിക്കും. നമ്മളിനി വരുന്ന കേസുകളിലൊക്കെ അതാണ് പഠിക്കുന്നത്. അപ്പം അങ്ങനെ നീണ്ട ചെയിനുകൾ ഉണ്ടാക്കുന്ന ആ പ്രോപ്പർട്ടിയുടെ പേരും പഠിക്കണം. ആ പ്രോപ്പർട്ടിയുടെ പേരാണ് കാറ്റനേഷൻ പ്രോപ്പർട്ടി. കാറ്റനേഷൻ എന്നാണ് തന്നെ പറയാം. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ പൊതുവേ പഠിക്കുന്നതെല്ലാം എന്താണ്? ഹൈഡ്രജനും കാർബണും അടങ്ങിയിട്ടുള്ള സംയുക്തങ്ങളാണ്. അപ്പോൾ അങ്ങനത്തെ സംയുക്തങ്ങളെ നമ്മൾ പറയുന്ന പേരാണ് ഹൈഡ്രോ കാർബൺ. കാർബണും ഹൈഡ്രജനും മാത്രം സംയോജിച്ച് ഉണ്ടാകുന്ന സംയുക്തങ്ങളാണ് ആര്? ഹൈഡ്രോ കാർബണുകൾ എന്ന് പറയുന്നത്. ഇനി പിന്നെ നമുക്ക് ബേസിക് ആയിട്ട് ഇതിൽ വേണ്ടത് മോളിക്കുലാർ ഫോർമുല എന്ന് പറയുന്ന സാധനം കണക്കാക്കുക. അത് പല ക്വസ്റ്റ്യൻ പേപ്പറിലും നമുക്ക് റിപ്പീറ്റഡ്ലി കാണുന്നൊരു ചോദ്യമാണ്. തന്മാത്രാ സൂത്രം അഥവാ മോളിക്കുലാർ ഫോർമുല കണക്കാക്കാനായിട്ട് ഉണ്ടാവും. ഇതെങ്ങനെ കണക്കാക്കുക എന്ന് വെച്ചാൽ ഇതേപോലത്തെ ചോദ്യങ്ങളാണ് നമുക്ക് പേപ്പറിൽ ഉണ്ടാവുക. അപ്പോൾ ഇതിൽ മോളിക്കുലാർ ഫോർമുല എന്ന് പറഞ്ഞാൽ ഒരു ഹൈഡ്രോ കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും ആകെ എണ്ണത്തിനെയാണ് നമ്മൾ എന്ത് പറയുക, അവിടുത്തെ മോളിക്കുലാർ ഫോർമുല എന്ന് പറയാം. ഇവിടെ ഞാൻ 3 എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റത്തെ എക്സാമ്പിൾ, CH3 CH2 CH2 CH3. ഇതിൽ നോക്കുകയാണെങ്കിൽ ടോട്ടൽ എത്ര കാർബൺ ഉണ്ട്? ഇതാ ഈ റെഡ് കളറിൽ അണ്ടർലൈൻ ചെയ്തതാണ് എന്ത്? കാർബൺസ്. ടോട്ടൽ എത്ര കാർബൺ ഉണ്ട്? 4 കാർബൺ വരുന്നുണ്ട്. അപ്പോൾ C4. ഹൈഡ്രജനോ
ഫസ്റ്റത്തേൽ 3 എണ്ണം, 3 2 5 2 7 3 10 എണ്ണം. അപ്പം അങ്ങനെ ടോട്ടൽ എത്ര കാർബൺ, ടോട്ടൽ എത്ര ഹൈഡ്രജൻ എന്ന് എഴുതി കഴിഞ്ഞാൽ എന്തായി? മോളിക്കുലർ ഫോമിലായി. രണ്ടാമത്തെ എക്സാമ്പിൾ നോക്കുക. 1 2 3 എത്ര കാർബൺ ഉണ്ട്? 3 കാർബണാണുള്ളത്. അപ്പോൾ C3. ഹൈഡ്രജനോ 3 2 5 3 8 ആണ്. അപ്പോൾ H8. ഇപ്പോൾ ടോട്ടൽ എത്ര എണ്ണമാണ് വരുന്നത്? ടോട്ടൽ അതിൽ വരുന്നത് 3 കാർബണും 8 ഹൈഡ്രജനും. ഇപ്പോൾ നമ്മളതിനെ പറയുക C3H8. ഇനി 1 2 3 4 5 കാർബൺ വരുന്നുണ്ട്. അപ്പോൾ അതിനെ C5 എന്ന് എഴുതി നമ്മൾ. പിന്നെ ഹൈഡ്രജൻ്റെ ഇതിൽ 3 എണ്ണം, 3 2 5 2 7 2 9 3 12 ആണ്. C5H12. ഇങ്ങനെ എഴുതുന്നതിനാണ് നമ്മൾ എന്ത് പറയുക? മോളിക്കുലാർ ഫോർമുല എന്ന് പറയാം.